ഇന്ന് നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതുക, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ബ്രോമിനേഷനാണ്, പിന്നെ നൈട്രേഷൻ, പിന്നെ സൾഫണേഷൻ. ഓക്കെ, ബ്രോമിനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ. അതിലാദ്യം ബ്രോമിനേഷൻ. നമുക്കറിയാം NH2 ഗ്രൂപ്പ്, ബെൻസീൻ റിങ് NH2 അല്ല, അനിലിൻ. NH2 ഗ്രൂപ്പ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. എന്ത് ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്? ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ റീസൺ നമുക്കറിയാം. എന്താ NH2 ബെൻസീൻ റിങ് NH2 അനിലിൻ, ബെൻസീൻ റിങ് NH2. ഈ അനിലിൽ എന്തുണ്ട്? ഇവിടെ ലോൺ പെയർ ഇല്ലേ? ഉണ്ട്. ആ ലോൺ പെയർ നേരെ ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? യെസ്, ഡബിൾ ബോണ്ട് NH2 പ്ലസ് ആവും. ഡബിൾ ബോണ്ട് NH2 പ്ലസ്, പിന്നെ ഇവിടെ ചാർജ് മൈനസ് ചാർജ്, പിന്നെ ഡബിൾ ബോണ്ട്. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നേരത്തെ നമ്മൾ വരച്ചാണ്. ഡബിൾ ബോണ്ട് NH2 പ്ലസ്, ഇവിടെ ഡബിൾ ബോണ്ട് മൈനസ് ഡബിൾ ബോണ്ട്. ഇത് ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? യെസ്, ഡബിൾ ബോണ്ട് NH2 പ്ലസ്, ഇവിടെ മൈനസ് ഡബിൾ ബോണ്ട് അല്ലേ? ഇനി നേരെ ഇത് ഇവിടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യെസ്, ഇവിടെ സിംഗിൾ ബോണ്ട് NH2 ആവും, പിന്നെ ഡബിൾ ബോണ്ട് പൊസിഷൻ ഫസ്റ്റിലുള്ള ഇതിൻ്റെ ആൾട്ടർനേറ്റ് പൊസിഷൻ മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ചാർജ് എവിടെ വരുന്നത്? ഓർത്തോ പാര. ഇത് ഓർത്തോ, ഇത് പാര, ഇത് ഓർത്തോ. മനസ്സിലായോ? വളരെ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ആയ ഗ്രൂപ്പാണ് NH2. മനസ്സിലായല്ലോ? അപ്പോൾ അതായത് എഴുതിക്കോ, അനിലിൻ ഈസ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് O/P ഹൈഫൺ, ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഇൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. This is because due to resonance ortho and para positions acquire negative charge. Hence ortho and para positions are the most favorable sites. Ortho and para positions are the most favorable sites for the electrophiles to attack. ഓക്കെ, ഇനി നിങ്ങൾ പിന്നെ ബ്രോമിനേഷൻ എടുക്കുക. അപ്പോൾ നമുക്കറിയാം വളരെ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ആണ് NH2 ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ബ്രോമിനേഷൻ നടത്തുമ്പോൾ ബ്രോമിൻ വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഫിനോളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്രോമിൻ വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ട് ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലും ഒരുമിച്ച് BR വരും. കേട്ടോ? അപ്പോൾ ഇവിടെ NH2 ഉണ്ട്, രണ്ട് ഓർത്തോ പൊസിഷനിൽ BR വരും, പിന്നെയോ ഒരു പാരാ പൊസിഷനിൽ BR വരും. ഏതുപോലെ തന്നെ? ഫിനോളിനെ പോലെ തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 2,4,6 ട്രൈബ്രോമോ അനിലിൻ കിട്ടും. 2,4,6 ട്രൈബ്രോമോ അനിലിൻ. ഓക്കെ, ക്ലിയർ ആയോ? 2,4,6 ട്രൈബ്രോമോ അനിലിൻ. ഇത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഫിനോളിനെ പോലെ തന്നെ ഇതൊരു ടെസ്റ്റായിട്ട് അനിലിന് ഉപയോഗിക്കാം. കേട്ടോ? ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഇനി പിന്നെ ബെൻസീൻ റിങ്, ഇത് ബ്രോമിനേഷൻ ഒരു ഒറ്റ പൊസിഷനിൽ മാത്രം ബ്രോമിൻ വരാൻ വേണ്ടിയിട്ട് വളരെ വേറൊരു മെത്തേഡ് ഉപയോഗിക്കണം. ഏതിന്? അനിലിന്. എന്താ കാര്യം എന്നറിയോ? ഫിനോളിനെ പോലെ ഇത് പിന്നെ ബ്രോമിൻ ഇൻ കാർബൺ ഡൈ സൾഫൈഡ് ഉപയോഗിച്ചാൽ കിട്ടില്ല. കാരണം അത്ര സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ഇത് NH2. അത് ഞാൻ നൈട്രേഷൻ കൂടെ പറഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. കേട്ടോ? നൈട്രേഷനാണ് നടത്തുന്നതെങ്കിൽ ബെൻസീൻ റിങ് NH2 അല്ല, അനിലിൻ. നൈട്രേഷനാണ് നടത്തുന്നതെങ്കിൽ നൈട്രേഷൻ നമ്മൾ ഉപയോഗിക്കുക കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമാണ് അല്ലേ? പക്ഷേ ഈ നൈട്രിക് ആസിഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ NH2 ഗ്രൂപ്പിലുള്ള ലോൺ പെയർ നെയ്സൻ്റ് ഓക്സിജൻ കിട്ടൂലേ നൈട്രിക് ആസിഡിൽ നിന്ന്? ആ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി പോയി ഒരു ടാറി പ്രോഡക്റ്റ് കിട്ടുക. അനിലിൻ ഓക്സിഡൈസ് ചെയ്തൊരു ടാറി പ്രോഡക്റ്റ് കിട്ടും. എന്നാൽ കൺട്രോൾഡ് കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 പ്രോഡക്റ്റ് കിട്ടും. അതിൽ ഒന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഏത്? ബെൻസീൻ റിങ് NH2, ഇവിടെ NO2.
അതായത് പാരാ പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ബെൻസീൻ റിംഗ് NH2 ഓർത്തോ പ്രോഡക്റ്റ്, കാരണം ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അല്ലേ. പക്ഷെ പിന്നീട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഏത് കിട്ടും? ബെൻസീൻ റിംഗ് NH2 ഈ മെറ്റാ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും എഴുതുക, പാരാനൈട്രോ അനിലിൻ, ഓർത്തോ നൈട്രോ അനിലിൻ, മെറ്റാ നൈട്രോ അനിലിൻ. ഇത് 51% കിട്ടും, ഇത് 2% കിട്ടും, ഇത് 47% കിട്ടും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് മെറ്റാ നൈട്രോ, കാരണം ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ എല്ലാവരും എഴുതിയേ എന്താണ്? അനിലിൻ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് മിക്സ്ചർ ഉപയോഗിച്ച് നൈട്രേഷൻ നടത്തുമ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടും? ഓർത്തോ നൈട്രോ അനിലിൻ പ്ലസ് പാരാനൈട്രോ അനിലിൻ പ്ലസ് മെറ്റാ നൈട്രോ അനിലിൻ. അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കൂടുതൽ പ്രോഡക്റ്റ് ഏതാ കിട്ടുന്നത്? മെറ്റാ പ്രോഡക്റ്റ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ സ്ട്രോങ്ലി അസിഡിക് മീഡിയത്തിൽ NH2 ഗ്രൂപ്പ് പ്രോട്ടനേറ്റ് ചെയ്യുമ്പോൾ NH3+ കിട്ടും. എന്നിട്ട് പറയാം NH3+. ആ NH3+ എന്താണ്? മെറ്റാ ഡയറക്റ്റിംഗ് ആണ്, ഡീആക്ടിവേറ്റിംഗും ആണ്, മെറ്റാ ഡയറക്റ്റിംഗും ആണ്. മനസ്സിലായോ? ഈ NH2 പ്രോട്ടനേറ്റ് ചെയ്യുമ്പോൾ NH3+ ആവും. ആ NH3+ ഡീആക്ടിവേറ്റിംഗും ആണ്, മെറ്റാ ഡയറക്റ്റിംഗും ആണ്. അതുകൊണ്ടാണ് എന്താണ് മെറ്റാ നൈട്രോ അനിലിൻ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ചോദിച്ചേ the reason for the formation of significant amount of metanhydroaniline is in strongly acidic medium NH2 protonate to form NH3+, NH2 protonate to form NH3+, which is strongly deactivating and metadirecting. Yes. ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതുക. How will you convert aniline into parabromoaniline, A parabromoaniline, B paranhydroaniline. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാൽ NH3 ഗ്രൂപ്പിലെ ലോൺ പെയർ എന്താണ്? ലോൺ പെയർ വളരെ വേഗത്തിൽ റെസൊണൻസിൽ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് വളരെ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ബെൻസീൻ റിംഗ് NH3 ഗ്രൂപ്പിനെ അസറ്റിക് എൻഹൈഡ്രൈഡോ അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡോ ഉപയോഗിച്ചിട്ട് അസറ്റൈലേഷൻ നടത്തും. അസറ്റൈലേഷൻ നടത്തുമ്പോൾ ഈ NH3 ഗ്രൂപ്പിൽ ഏതുണ്ടാവും? NH ആവും. ഈ Hന് പകരം ഏത് വരും? COCH3 വരും. COCH3 നമുക്കറിയാം. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? അസറ്റാനിലൈഡ് എന്നാണ് വിളിക്കുക. അസറ്റാനിലൈഡ് എന്നാണ് വിളിക്കുക. IUPAC നെയും അതല്ല. എന്താണ് IUPAC നെയും? 1 2 പറഞ്ഞേ. N-ഫിനൈൽ എത്തനമൈഡ്. അപ്പോൾ ഇതുണ്ടായി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണ്? ഇനി എന്ത് സംഭവിക്കുക വെച്ചാൽ ഇവിടെ ഞാൻ ബോർഡിൽ വരക്കുന്നത് ശ്രദ്ധിക്കുക. ബെൻസീൻ റിങ് NH C+C3 അല്ലേ? ഈ ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് കറങ്ങുന്നത് കൊണ്ടല്ലേ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് കൂടുതലുണ്ട് പറയുന്നത്. പക്ഷേ ഈ COCH3 എന്ത് ചെയ്യും? അതും എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. മാത്രമല്ല ഈ ലോൺ പെയർ ഈ C+ ഗ്രൂപ്പിനൂടെ കറങ്ങാൻ പോകും. ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്കും കറങ്ങാൻ പോയില്ലേ? അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയി നടക്കുന്നതാണ്. കാരണം ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ ഓക്സിജൻ മൈനസ് ചാർജ് വരും, ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ കാർബണിലെ മൈനസ് ചാർജ് വരുക. അപ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൂടുതലായതുകൊണ്ട് ഈ ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് വരുന്നത് വളരെ കുറയും. മനസ്സിലായോ? അപ്പോൾ 2 ഓർത്തോയിൽ ഒരു പാരയിൽ ഒരുമിച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി കിട്ടില്ല. ഇവിടെ മാത്രമേ കിട്ടൂ, ഒന്നുകിൽ ഓർത്തോ അല്ലെങ്കിൽ പാരയിൽ മാത്രം. അതിന് ഓർത്തോയിൽ വരാനുള്ള എഫക്റ്റ് കുറവാണ്, കാരണം ഇത് വലിയ ഗ്രൂപ്പല്ലേ. അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് വരും. ഈ പുതുതായി വരുന്ന ഇലക്ട്രോഫൈലും ഈ ഗ്രൂപ്പും തമ്മിൽ സ്റ്റെറിക് എഫക്റ്റ് വരും. അപ്പോൾ ഏത് പൊസിഷനിൽ മാത്രം വരും? പാരാ പൊസിഷനിൽ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം? അതായത് നമ്മൾ പറയുക അമിനോ ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അസറ്റൈലേഷൻ ഉപയോഗിച്ചിട്ട്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അമിനോ ഗ്രൂപ്പിലുള്ള ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് വരുന്നതിൻ്റെ എഫേർട്ട് വരുന്നത് കുറയും. മനസ്സിലായോ? ആ ഫ്ലോ കുറയും. മനസ്സിലായോ? അപ്പോൾ ഇത് 3 സ്ഥലത്ത് ഒരുമിച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത് കുറയും. അപ്പോൾ നമ്മളതിന് പറയുന്ന പേരാണ് വി ആർ പ്രൊട്ടക്റ്റിംഗ് ദി അമിനോ ഗ്രൂപ്പ് ബൈ അസറ്റൈലേഷൻ. മനസ്സിലായോ? ഇനി ഇതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യുക? ബ്രോമിനേറ്റ് ചെയ്യുക. മനസ്സിലായോ? ബ്രോമിനേറ്റ് ചെയ്യുമ്പോൾ
ബ്രോമിൻ വാട്ടർ തന്നെ ഉപയോഗിക്കണമെന്നില്ല, ബ്രോമിൻ അസറ്റിക് ആസിഡ് ഉപയോഗിച്ചാൽ മതി. കാരണം കുറച്ചുകൂടി പിന്നെ പൊളാരിറ്റി കുറഞ്ഞ ഒരു സോൾവെൻറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അന്നേരം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബെൻസീൻ റിങ് NHCOC3 ഇല്ലേ, അതിൻ്റെ പാരാ പൊസിഷനിൽ Br വരും. മനസ്സിലായോ? ഇനി നമ്മൾ ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യുക. എന്ത് ചെയ്യുക? ഹൈഡ്രോളൈസ് ചെയ്യുക. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പ് ഈ ബോണ്ട് പൊട്ടിയിട്ട് ഇവിടെ H വരും, ഇവിടെ OH വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബെൻസീൻ റിങ് NHൻ്റെ ഇവിടെ H കിട്ടിയ NH2 ഇല്ലേ, NH2, ഇവിടെയോ Br. അപ്പോൾ പാരാബ്രോമോനിലിനായില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇരിക്കോ, aniline can be converted to parabromoaniline. Aniline can be converted to parabromoaniline. Aniline can be converted to parabromoaniline by protecting the amino group by acetylation. By protecting the amino group by acetylation. Followed by bromination and hydrolysis. Followed by bromination and hydrolysis. Followed by bromination and hydrolysis. ഇപ്പോൾ എഴുതുക, ബെൻസീൻ റിംഗ് NH2, എറോ മാർക്കിൻ്റെ മുകളിൽ C3CO2 ഐസോ എഴുതിയില്ലേ? എന്നിട്ട് ബെൻസീൻ റിംഗ് NHCOC3. ബെൻസീൻ റിംഗ് NHCOC3യുടെ പേര് അസറ്റാനിലൈഡ് അല്ലെങ്കിൽ N-ഫിനൈൽ എത്തനമൈഡ്. എന്നിട്ട് എറോ മാർക്കിൻ്റെ മുകളിൽ ബ്രോമിൻ ബാർ അസറ്റിക് ആസിഡ്. ബ്രോമിൻ മാത്രം എഴുതിയാലും മതി. പ്രോഡക്റ്റ് ബെൻസീൻ റിംഗ് NHCOC3, അതിൻ്റെ പാരാ പൊസിഷനിൽ Br. ഇതിനെ പാരാബ്രോമോ അസറ്റാനിലൈഡ് എന്ന് എഴുതിക്കോ. പാരാബ്രോമോ അസറ്റാനിലൈഡ്. പാരാബ്രോമോ അസറ്റാനിലൈഡിൻ്റെ IUPAC നെയിം എന്താ വരിക? ഇതിനെ വീണ്ടും നമ്പർ ചെയ്യുക അല്ലേ? ഈ സബ് ഗ്രൂപ്പിനെ വീണ്ടും നമ്പർ ചെയ്തതിന് ശേഷം എന്താ കിട്ടുക? 4-ബ്രോമോഫിനൈൽ എത്തനമൈഡ്. എന്താ പേര്? 4-ബ്രോമോഫിനൈൽ എത്തനമൈഡ്. എന്നിട്ട് ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ NH2 Br ആവും. അസറ്റിക് ആസിഡ് റിമൂവ് ചെയ്യും, അത് എഴുതിയിട്ടേയും കുഴപ്പമില്ല. കേട്ടോ? ഓക്കെ. ഇനി അടുത്തത്, ഇനി ഇതേപോലെ തന്നെ അനിലിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? പാരാനൈഡ്രോ അനിലാക്കി മാറ്റണം. പിന്നെ പാരാനൈഡ്രോ അനിലാക്കാൻ ചെയ്യേണ്ടത്, ആദ്യം അനിലിനെ എന്ത് ചെയ്യുക? അസറ്റൈലേഷൻ നടത്തിയിട്ട് അസറ്റാനിലൈഡ് ആക്കുക. അത് ബോർഡിലുണ്ട് അസറ്റാനിലൈഡ്. അതിനുശേഷം ഇതിനെ നൈട്രേഷൻ നടത്തുക. കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്. അല്ലെങ്കിൽ നൈട്രേഷൻ ചെയ്യാലും മതി. ഓർത്തോയിൽ വരില്ല, സ്റ്റെറിക് എഫക്റ്റ് ഓർത്തോയിൽ വരില്ല. പിന്നെ ഏത് പൊസിഷനിലാണ് വരിക? 3 സ്ഥലത്ത് ഒരുമിച്ച് വരില്ല, നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ NO2 കൊടുക്കുക പാരാ പൊസിഷനിൽ. അപ്പോൾ പാരാനൈട്രോ അസറ്റാനിലൈഡ്. ഇനി ഇതിനെ എന്ത് ചെയ്യുക? ഹൈഡ്രോളൈസ് ചെയ്യുക. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ NHCOC3 NH2 ആയി മാറും, ഇവിടെ NO2 വരും. ക്ലിയർ ആയില്ലേ? അപ്പോൾ എഴുതിക്കോ, അനിലിൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു പാരാനൈഡ്രോ അനിലിൻ. Aniline can be converted to paranhydroaniline by protecting the amino group by acetylation. By protecting the amino group by acetylation. By protecting the amino group by acetylation, followed by nitration and hydrolysis. Followed by nitration and hydrolysis. Benzene ring NH2 ഇടുക. എയറോ മാർക്കിൻ്റെ മുകളിൽ C3CO2 ഐസോ. ബെൻസീൻ റിംഗ് NHCOC3 ഇതില്ലേ താഴെ അസറ്റാനിലൈഡ്. അത് കഴിഞ്ഞിട്ട് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രേഷൻ. ബെൻസീൻ റിംഗ് NHCOC3, അതിൻ്റെ നേരെ പാരാ പൊസിഷനിൽ NO2. പിന്നെ H2O ബാർ H+ എന്ന് എഴുതുക. ബെൻസീൻ റിംഗ് NH2 പാരാ പൊസിഷനിൽ NO2. ഓക്കെ. അടുത്ത് എഴുതാം, reaction of amine with nitrous acid. Reaction of amine with nitrous acid. Nitrous acid എന്ന് പറഞ്ഞാൽ HNO2 ആണ്. നൈട്രസ് ആസിഡ് HNO2. പക്ഷേ നൈട്രസ് ആസിഡ് റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ സോഡിയം നൈട്രൈറ്റ്, അതായത് NaNO2 HCl കൂടെ ചേർത്തിട്ടാണ് ഏതുണ്ടാക്കൽ? NaNO2 HCl കൂടെ ചേർത്തിട്ടാണ് HNO2 ഉണ്ടാക്കൽ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ബെൻസീൻ റിംഗ് NH2 ആണ് അനിലിൻ. ഇത് നൈട്രസ് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ റിയാക്ട് ചെയ്യൽ
NaNO2 HCl 0 to 5 ഡിഗ്രി സെൽഷ്യസ് കേട്ടില്ല റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന HNO2 ആ HNO2വിൽ നിന്ന് NO പ്ലസ് എന്ന് പറഞ്ഞ ഇലക്ട്രോഫൈലൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതുമായിട്ടുള്ള റിയാക്ഷൻ വഴി മെക്കാനിസം പഠിക്കാനില്ല. അപ്പോൾ റിയാക്ഷൻ വഴി ഇങ്ങനൊരു ഗ്രൂപ്പായി മാറും. ബെൻസീൻ റിങ് N2 പ്ലസ് Cl മൈനസ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് മുമ്പ് സാൻമേയസ് റിയാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അറോമാറ്റിക് ആണെന്ന് അറിയാലോ, കാരണം N2Cl ഡയറക്റ്റായിട്ട് ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ബെൻസീൻ റിങ്ങുമായിട്ട്. അപ്പോൾ ആ ഡയസോണിയം ക്ലോറൈഡ് സ്റ്റേബിളാണ്, മനസ്സിലായോ? അപ്പോൾ N ട്രിപ്പിൾ ബോണ്ട് N പ്ലസ് ഇതാണ് ഡയസോണിയം ഗ്രൂപ്പ്. ഇനി Cl മൈനസ് അവിടെ ഉണ്ടാവും. ഇത് റെസണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യും. ഇപ്പോൾ റെസണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് ഇതിങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കിയേ, ബെൻസീൻ റിങ് യെസ് ഇവിടെ പ്ലസ് ആവും, ഇവിടെ ഡബിൾ ബോണ്ട് N അല്ലേ, ആ പ്ലസ് പോവും. പിന്നെ എന്താവും, ഡബിൾ ബോണ്ട് N മൈനസ് ആവും. ഇനി ഇവിടെ ഡബിൾ ബോണ്ട്. ഇനി ഇത് ഏത് വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ റെസണൻസ് വരക്കാം അല്ലേ, അങ്ങനെ പോവും. ക്ലിയർ ആയല്ലോ? ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റെസണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യും. എന്നാൽ ഇപ്പോൾ C2H5NH2 എന്ന് പറഞ്ഞാൽ ആറോമാറ്റിക് പ്രൈമറി അമീൻ അല്ലേ, പ്രൈമറി അമീൻ്റെ റിയാക്ഷൻ മാത്രമേ നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളൂ, കേട്ടില്ലേ? അപ്പോൾ C2H5NH2 എന്ന് പറഞ്ഞാൽ അലിഫാറ്റിക് പ്രൈമറി അമീനാണ്. ഇത് ഇതേപോലെ NaNO2 പ്ലസ് HCl 0 to 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ HNO2 ഉണ്ടാവും. ആ HNO2മായിട്ടുള്ള റിയാക്ഷൻ വഴി നമുക്ക് കിട്ടുക C2H5N2 പ്ലസും പിന്നെയോ Cl മൈനസും ആണ്. ഈ ഡയസോണിയം ക്ലോറൈഡ് സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് ബ്രാക്കറ്റിൽ എഴുതണം, കാരണം ഇതിന് റെസണൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അതേ കണ്ടീഷനിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, C2H5N2Cl N2 ഗ്യാസ് ആവും, Cl-ഉം H-ഉം HCl ആവും, ബാക്കി OH ഉണ്ടാവും. അപ്പോൾ C2H5OH പ്ലസ് N2 പ്ലസ് HCl ഉണ്ടാവും. പഠിച്ചോ? അപ്പോൾ അലിഫാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ആൽക്കഹോളാണ് വിത്ത് ദി ലിബറേഷൻ ഓഫ് നൈട്രജൻ. പക്ഷേ അറോമാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ നിങ്ങൾ വി ആർ ഗെറ്റിംഗ് സ്റ്റേബിൾ ഡയസോണിയം ക്ലോറൈഡ്. അങ്ങനെ ഒരു അറോമാറ്റിക് പ്രൈമറി അമീൻ ഡയസോണിയം ക്ലോറൈഡായി മാറുന്ന റിയാക്ഷനെ ഡയസോട്ടൈസേഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഡയസോട്ടൈസേഷൻ. DIAZOTISATION ഡയസോട്ടൈസേഷൻ. ഓക്കെ, ഡയസോട്ടൈസേഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ഇരിക്കോ, എന്താണ്, when an aromatic primary amine is treated with when an aromatic primary amine bracket example aniline, when an aromatic primary amine bracket example aniline is treated with nitrous acid is treated with nitrous 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 acid bracket NaNO2 plus HCl 0 to 5 degree Celsius NaNO2 plus HCl 0 to 5 degree Celsius. എഴുതിയോ? സ്റ്റേബിൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ഫോംഡ്. സ്റ്റേബിൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ഫോംഡ്. എഴുതിയോ? സ്റ്റേബിൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ഫോംഡ്. This reaction is called diazotization. This reaction is called diazotization. എഴുതിയോ? This reaction is called diazotization. എന്നിട്ട് എറോ മാർക്കിൻ്റെ മുകളിൽ ബെൻസീൻ റിംഗ് NH2 എഴുതുക. ബെൻസീൻ റിംഗ് NH2 എഴുതുക. എറോ മാർക്കിൻ്റെ മുകളിൽ NaNO2 പ്ലസ് HCl 0 to 5 degree Celsius ഇവിടെ കാണുന്നത് പോലെ എഴുതുക. ഗീവ്സ് ബെൻസീൻ റിംഗ് N2Cl N2 പ്ലസ് Cl മൈനസ്. എന്നിട്ട് എഴുതുക. ഓക്കെ അല്ലേ? എന്നിട്ട് എഴുതുക ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ്. ക്ലോറൈഡ് ഞാൻ എഴുതിയിട്ടില്ല. ഇവിടെ ബെൻസീൻ റിംഗ് സിംഗിൾ ബോണ്ട് N പ്ലസ് ട്രിപ്പിൾ ബോണ്ട് N. ഈ മിഡിൽ നൈട്രജൻ 4 വാലൻസിൽ എപ്പോഴും 4 വാലൻസിൽ നൈട്രജൻ വന്നാൽ പ്ലസ് ചാർജ് വരും കേട്ടോ. അപ്പോൾ സിംഗിൾ ബോണ്ട് N പ്ലസ് ട്രിപ്പിൾ ബോണ്ട് N. ഇനി ഇവിടുന്ന് എറോ മാർക്ക് ഇങ്ങോട്ട് കാണിക്കുക, ഇതിങ്ങോട്ട് കാണിക്കുക. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ ഒരു പ്ലസ് കിട്ടും, ഇവിടെ ഡബിൾ ബോണ്ട് N മൈനസ്. കിട്ടിയില്ലേ? അത് ഇനി കണ്ടിന്യൂ ചെയ്യുന്ന പോലെ കാണിച്ചാൽ മതി. ഓക്കെ, സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ്. അപ്പോൾ അലിഫാറ്റിക് ഡയസോണിയം ക്ലോറൈഡ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? അപ്പോൾ due to the absence of resonance, aliphatic diazonium chloride is unstable. എഴുതിയോ? aliphatic diazonium chloride is unstable. Therefore aliphatic primary amine
ഇതെയോ അലിഫാറ്റി പ്രൈമറി അമീൻ with nitrous acid gives alcohol with nitrous acid gives alcohol with the liberation of nitrogen. Alcohol with the liberation of nitrogen. The equation is C2H5NH2 arrow mark in NaNO2 plus HCl 0 to 5 degrees Celsius. എഴുതിയില്ലേ? എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുക അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി C2H5N2 പ്ലസ് Cl മൈനസ് C2H5N2 പ്ലസ് Cl മൈനസ് എന്നിട്ട് ഏറോ മാർക്കിലൂടെ H2 എന്ന് എഴുതുക H2O എന്നിട്ട് എഴുതുക C2H5OH പ്ലസ് N2 പ്ലസ് HCl C2H5OH പ്ലസ് N2 പ്ലസ് HCl. അടുത്തത് നോക്കൂ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം റിയാക്ഷൻ നമ്മൾ സാൻമേയസ് റിയാക്ഷൻ നമ്മൾ പഠിച്ചാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി ശ്രദ്ധിക്കുക. എഴുതിക്കോ സാൻമേയസ് റിയാക്ഷൻ എഴുതുക. ബെൻസീൻ റിങ് എൻ്റെ കൂടെ തന്നെ എഴുതുക N2Cl ഏറോ മാർക്കിൻ്റെ മുകളിൽ HCl ബാർ CuCl അല്ലെങ്കിൽ Cu2Cl2 കിട്ടിയില്ലേ? പ്രോഡക്റ്റ് എന്താ കിട്ടുക? ബെൻസീൻ റിങ് Cl ക്ലോറോ ബെൻസീൻ പ്ലസ് N2 എല്ലാറ്റിനും എഴുതിക്കോ. ഓക്കെ. ഇനി അടുത്ത് ബെൻസീൻ റിങ് N2Cl പിന്നെയോ HBr ബാർ CuBr പ്രോഡക്റ്റ് എന്താ കിട്ടുക? ബെൻസീൻ റിങ് Br പ്ലസ് N2 കിട്ടിയില്ലേ? ബ്രോമോ ബെൻസീൻ. ഇനി ബെൻസീൻ റിങ് N2Cl അന്ന് പഠിക്കാത്ത റിയാക്ഷനാണ് KCN ബാർ CuCl അപ്പോൾ CN ഗ്രൂപ്പ് വരും. അപ്പോൾ എന്താ കിട്ടുക? ബെൻസീൻ റിങ് CN പ്ലസ് N2. ഇതിൻ്റെ പേര് ബെൻസോ നൈട്രൈൽ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കോമ്പൗണ്ടാണ് ബെൻസോ നൈട്രൈൽ. കിട്ടിയോ? ഇതാണ് സാൻമേയസ് റിയാക്ഷൻ. ക്ലിയർ ആയല്ലോ? ഇത് പഠിച്ചതാണ്. ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് 2 തരത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ how will you convert benzene diazonium chloride into chlorobenzene, bromobenzene, benzonitrile? അപ്പോൾ നിങ്ങൾ ഈ 3 റിയാക്ഷൻ എഴുതാം. ഇനി അല്ല അനിലിനായി കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതാം. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. how will you convert aniline into A chlorobenzene, B bromobenzene, C benzonitrile. എഴുതിയോ? C benzonitrile. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഇത്ര എഴുതണ്ടോ? ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ആദ്യം ബെൻസീൻ റിങ് NH2 അല്ലേ ഉള്ളത്. ഇതിൻ്റെ ഡയസോട്ടൈസേഷൻ സ്റ്റെപ്പ് എഴുതുക. NaNO2 പ്ലസ് HCl 0 to 5 degrees Celsius. ഇത് എക്സ്ട്രാ ചേർത്താൽ മതി. എഴുതിയോ? ബെൻസീൻ റിങ് NH2 ഏറോ മാർക്കിൻ്റെ മുകളിൽ NaNO2 പ്ലസ് HCl താഴെ 0 to 5 degrees Celsius. എന്താ കിട്ടുക? ബെൻസീൻ റിങ് N2Cl പിന്നെ ഏറോ മാർക്കിൻ്റെ മുകളിൽ HCl ബാർ CuCl. ആൻസർ ക്ലോറോബെൻസീൻ. എഴുതിയോ? ഇനി അത് ബ്രോബെൻസീൻ ആണെങ്കിൽ എഴുതിക്കോ ബെൻസീൻ റിങ് NH2 എഴുതുക. ഏറോ മാർക്കിൻ്റെ മുകളിൽ NaNO2 പ്ലസ് HCl 0 to 5 degrees Celsius. എഴുതിയോ? ഡയസോട്ടൈസേഷൻ ബെൻസീൻ റിങ് N2Cl. കുറേ തവണ എഴുതിയ ഇക്വേഷനാണ്. ഏറോ മാർക്കിൻ്റെ മുകളിൽ HBr ബാർ CuBr. എഴുതിയോ? HBr ബാർ CuBr എന്താ കിട്ടുക? പറയും. ബെൻസീൻ റിങ് Br കിട്ടിയില്ലേ? ബ്രോബെൻസീൻ. അടുത്ത് എഴുതിക്കോ ബെൻസീൻ റിങ് NH2 ഏറോ മാർക്കിൻ്റെ മുകളിൽ NaNO2 പ്ലസ് HCl 0 to 5 degrees Celsius. എഴുതിയോ? ബെൻസീൻ റിങ് N2Cl ഏറോ മാർക്കിൻ്റെ മുകളിൽ KCN ബാർ CuCl എന്ത് കിട്ടും? ബെൻസീൻ റിങ് Cl. ഓക്കെ. യെസ്. അടുത്ത് ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഡിസ്ക്രൈബ് ദി പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂറോബെൻസീൻ ഫ്രം ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇതില്ലേ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ബെൻസീൻ റിങ് N2Cl അല്ലേ? ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ
HBF4 റിയാക്ട് ചെയ്യണം. HBF4 ഇനി പേരൊന്നും പഠിക്കണമെന്നില്ല, ഹൈഡ്രോ ഫ്ലൂറോ ബോറിക് ആസിഡ് പറയും. ഓക്കെ, HBF4 റിയാക്ട് ചെയ്യുക. റിയാക്ട് ചെയ്യുമ്പോൾ അത് ബെൻസീൻ റിങ് N2BF4 കിട്ടും. N2BF4 ഇതിന് ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോ ബോറേറ്റ് എന്ന് പറയും. എന്താ പറയുക? ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോ ബോറേറ്റ്. ഈ ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോ ബോറേറ്റ് ചൂടാക്കുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ ബെൻസീൻ റിങ് F കിട്ടും, ഫ്ലൂറോ ബെൻസീൻ കിട്ടും പോരെ. പിന്നെ N2 കിട്ടും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? BF3. ഓക്കെ, പഠിച്ചില്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ഇതാ ബെൻസീൻ റിങ് N2Cl, എയറോ മാർക്കിൻ്റെ മുകളിൽ HBF4, പിന്നെ ബെൻസീൻ റിങ് N2BF4. ബെൻസീൻ റിങ് N2BF4ൻ്റെ പേര് ബെൻസീൻ ഡയസോണിയം ഫ്ലൂറോ ബോറേറ്റ്. ഹീറ്റ് ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും? ബെൻസീൻ റിങ് F പ്ലസ് N2 പ്ലസ് BF3. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. ഹൗ വിൽ യു കൺവേർട്ട് അനിലിൻ ഇൻറ്റു ഫ്ലൂറോ ബെൻസീൻ? ഹൗ വിൽ യു കൺവേർട്ട് അനിലിൻ ഇൻറ്റു ഫ്ലൂറോ ബെൻസീൻ? അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് എക്സ്ട്രാ ചേർക്കണം. എഴുതിക്കോ, ബെൻസീൻ റിങ് NH2 അല്ല, അനിലിൻ എയറോ മാർക്കിൻ്റെ മുകളിൽ NaNO2 പ്ലസ് HCl എന്ന് എഴുതുക. 0 to 5 ഡിഗ്രി സെൽഷ്യസ് കിട്ടിയോ? NaNO2 പ്ലസ് HCl 0 to 5 ഡിഗ്രി സെൽഷ്യസ് എന്ത് കിട്ടും? ബെൻസീൻ റിങ് N2Cl. ഇനി എയറോ മാർക്കിൽ HBF4 എന്ന് എഴുതുക. HBF4. അപ്പോൾ ബെൻസീൻ റിങ് N2BF4 എഴുതിയില്ലേ? ബെൻസീൻ റിങ് N2BF4. ഇനി ഹീറ്റ് എഴുതുക. ബെൻസീൻ റിങ് F പ്ലസ് N2 പ്ലസ് BF3. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ഫിനോളിൻ്റെ പ്രിപ്പറേഷനിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് പഠിച്ചിട്ടുണ്ട്, നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അയോഡോ ബെൻസീൻ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇൻറ്റു അയോഡോ ബെൻസീൻ ആൻഡ് ഫീനോൾ? അയോഡോ ബെൻസീൻ ആൻഡ് ഫീനോൾ അതില്ലേ? പഠിച്ച റിയാക്ഷൻ തന്നെ ഞാൻ വേഗത്തിൽ പറയുന്നുണ്ട്. ബെൻസീൻ റിങ് N2Cl അല്ലേ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്? ഓർമ്മയുണ്ട്? അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അത് പ്ലസ് KI തന്നെ എഴുതിക്കോ. പ്ലസ് KI പറഞ്ഞേ. ബെൻസീൻ റിങ് I പ്ലസ് N2 പ്ലസ് KCl. അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷനായി. അപ്പോൾ ഏത് റിയാക്ഷനായി? അയോഡോ ബെൻസീൻ ആയി. ഇത് സാൽമിയസ് റിയാക്ഷൻ അല്ല. ഫീനോൾ ആണെങ്കിൽ ബെൻസീൻ റിങ് N2Cl പ്ലസ് H2O ഹീറ്റ് അല്ലേ? പ്ലസ് H2O ഹീറ്റ്. നേരെ എഴുതിക്കോ, ബെൻസീൻ റിങ് OH ഫീനോൾ പ്ലസ് ഏത്? N2 പ്ലസ് HCl എഴുതിയല്ലോ. അപ്പോൾ ഫീനോളുമായി, പിന്നെയോ അയോഡോ ബെൻസീനുമായി. ഓക്കെ, യെസ്. അടുത്തത് ഈ ഡയസോണിയം ക്ലോറൈഡിൻ്റെ റിഡക്ഷൻ ഉണ്ട്. ഞാൻ ആ റിയാക്ഷൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. റിഡക്ഷൻ ഓഫ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഹെഡിങ് എഴുതിക്കോ. ബെൻസീൻ റിങ് N2Cl. ഇത് നമ്മൾ റിഡക്ഷൻ വേണ്ടി രണ്ട് റിയേജൻ്റ് ഉപയോഗിക്കും. ഒന്ന് H3PO2 ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡും വാട്ടറും. H3PO2 എന്ന് പറഞ്ഞാൽ ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ്, പിന്നെ വാട്ടർ. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ പ്രകാരം ഇങ്ങനെ മനസ്സിലാക്കുക. N2Cl എപ്പോഴും N2 ആയി മാറും. പിന്നെ വാട്ടറിലത്തെ N2Cl Cl വാട്ടറിലത്തെ H HCl ആവും. പിന്നെ H3PO2 റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ H3PO2 ഈ ഓക്സിജനോട് ചേർത്തിട്ട് H3PO3 ആവും. പിന്നെ H മാത്രമേ ബാക്കിയുള്ളൂ. ആ H ഇവിടെ കൊടുത്താൽ എന്തായി മാറി? ബെൻസീൻ. അപ്പോൾ ബെൻസീൻ റിങ് N2Cl പ്ലസ് H3PO2 പ്ലസ് H2O ഗീവ്സ്, നിങ്ങൾ നേരെ എന്ത് എഴുതിയാൽ മതി? ബെൻസീൻ പ്ലസ് ബാക്കി പറഞ്ഞ H3PO2 എന്തായി മാറി? H3PO3. പിന്നെ N2 ഗ്യാസായി. പിന്നെ ഒരു HL ബാക്കിയുള്ളൂ, അത് HCl ആയി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാവരും നോട്ട് എഴുതിയേ. വെൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് ബ്രാക്കറ്റിൽ H3PO2 ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് ബ്രാക്കറ്റിൽ H3PO2 ആൻഡ് H2O hypophosphorus acid and water, it is reduced to benzene. Equation is benzene ring N2Cl plus H3PO2 plus H2O
H3PO2 plus H2O gives benzene plus H3PO3 plus N2 plus HCl. Then വേണം ചോദിക്കുക question, how will you convert benzene diazonium chloride into benzene? Same answer. How will you convert benzene diazonium chloride into benzene? ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഇത് അതാണ് ഇതേ ഉത്തരം. അടുത്തത് how will you convert aniline into benzene? How will you convert aniline into benzene? അപ്പോൾ ഇക്വേഷൻ aniline benzene ring NH2 എഴുതുക. ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചേർത്താൽ മതി. എയറോ മാർക്കിൻ്റെ മുകളിൽ NaNO2 പ്ലസ് HCl 0 to 5 degree Celsius എന്ന് പറഞ്ഞാൽ ഡയസോട്ടൈസേഷൻ. അപ്പോൾ എന്ത് കിട്ടും? ബെൻസീൻ റിംഗ് N2Cl. ഇനി നിങ്ങൾ നേരെ എന്ത് എഴുതിയാൽ മതി? H3PO2 പ്ലസ് H2O പോരെ. നേരെ എന്ത് എഴുതിയാൽ മതി? ബെൻസീൻ. കിട്ടിയോ? ഇനി വേറൊരു റിയാക്ഷൻ കൂടി ഉണ്ട്, നോക്കല്ലാരും. ബെൻസീൻ റിംഗ് N2Cl, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇത് എത്തനോൾ CH3CH2OH റിയാക്ട് ചെയ്യാം. റിയാക്ട് ചെയ്യുമ്പോൾ ഇതും റിഡക്ഷനാണ്. ആദ്യം നിങ്ങൾ പറയട്ടെ, CH3CH2OH ഓക്സിഡൈസ് ചെയ്യും. റെഡ്യൂസിങ് ആൻഡ് ഓക്സിഡൈസ് ചെയ്യില്ലേ? അപ്പോൾ C3CH ആവും. C3CH ആകുമ്പോൾ ഇവിടുന്ന് എത്ര H റിമൂവ് ചെയ്തു? 2 H. അതിൽ ഒരു H Cl HCl ആവും. N2 മാറി ഇവിടെ H വന്നു. അപ്പോൾ എന്ത് കിട്ടി? ബെൻസീൻ പ്ലസ് N2 പ്ലസ് HCl പ്ലസ് C3CHO. പഠിച്ചോ? ഒന്ന് വേർഡ്സ് എഴുതിയേ. വെൻ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ട്രീറ്റ് വിത്ത് എത്തനോൾ, when benzene diazonium chloride is treated with ethanol, it is reduced to benzene. In equation is the benzene ring N2Cl plus CH3CH2OH plus CH3CH2OH gives benzene plus N2 plus HCl plus CH3CHO. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇൻ ടു നൈട്രോബെൻസീൻ? നേരെ എഴുതിയാൽ മതി. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇൻ ടു നൈട്രോബെൻസീൻ? ആയില്ലേ? ഇപ്പോൾ നോക്കുക, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ബെൻസീൻ റിംഗ് N2Cl ആണ്. ഞാൻ ഒരുമിച്ച് എഴുതിക്കോ. എയറോ മാർക്കുള്ള HBF4 എന്ന് എഴുതുക. ബെൻസീൻ റിംഗ് N2BF4 ആവും. അത് നമ്മൾ നേരത്തെ ഫ്ലൂറോ ബെൻസീൻ്റെ പ്രിപ്പറേഷനിൽ കണ്ടാണ്. ഇനി ഇത് NaNO2 ആണ്. NaNO2 പിന്നെ ബാർ കോപ്പർ ഹീറ്റ്. NaNO2 ബാർ കോപ്പർ ഹീറ്റ്. നിങ്ങൾ നേരെ എന്ത് എഴുതിക്കോ? നൈട്രോ ബെൻസീൻ എഴുതുക. ബെൻസീൻ റിംഗ് NO2 എഴുതുക. ബാക്കിയൊന്നുമില്ല, കോപ്പർ കാറ്റലിസ്റ്റ് മാത്രമാണ്. N2 റിമൂവ് ചെയ്യും. പിന്നെ എന്താ കിട്ടുക? NaF കിട്ടും, BF3 കിട്ടും. പോരെ? ഇതാണ് റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ? ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കപ്ലിംഗ് റിയാക്ഷൻ എഴുതുക. കപ്ലിംഗ് റിയാക്ഷൻ. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഈ റിയാക്ഷൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷനാണ്. യെസ്, ഈ റിയാക്ഷൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷനാണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഒരു അറോമാറ്റിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. പക്ഷേ അറോമാറ്റിക് കോമ്പൗണ്ടിൽ ലോൺ പെയർ ഉള്ള ഗ്രൂപ്പുകളായ OH അല്ലെങ്കിൽ NH2 അങ്ങനെയുള്ള ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് വേണം. വളരെ സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉള്ള കോമ്പൗണ്ടുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ കപ്ലിംഗ് എന്ന് പറയും. കപ്ലിംഗ് നടന്നിട്ട് അസോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് N, ഡബിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട്. എന്താ അസോ ഗ്രൂപ്പ്? സിംഗിൾ ബോണ്ട് N, ഡബിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട്. അങ്ങനെ അസോ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ എന്താണ്, എങ്ങനെയുള്ള കോമ്പൗണ്ട് റിയാക്ഷൻ ഇത്? ഡയസോണിയം ക്ലോറൈഡ്. എങ്ങനെയുള്ള കോമ്പൗണ്ടോട് റിയാക്ട് ചെയ്യുക? അറോമാറ്റിക് കോമ്പൗണ്ട്സ്. അറോമാറ്റിക് കോമ്പൗണ്ട്സ് പറഞ്ഞാൽ എല്ലാ അറോമാറ്റിക് കോമ്പൗണ്ട്സും റിയാക്ട് ചെയ്യുമോ? ഇല്ല. അറോമാറ്റിക് കോമ്പൗണ്ട്സിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാവണം. സാധാരണ രീതിയിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് മാത്രം പോരാ. ഏത്? സ്ട്രോങ്ലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായ NH2, NHR അല്ലെങ്കിൽ NR2 അല്ലെങ്കിൽ OH, ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. മനസ്സിലായോ? അങ്ങനെയുള്ള ഗ്രൂപ്പുമായി റിയാക്ഷൻ നടക്കുമ്പോൾ കപ്ലിംഗ് നടക്കും. മനസ്സിലായോ?
ആ വേർഡ്സിൽ എഴുതിയിട്ട് ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. എഴുതിക്കോ. യെസ്. അപ്പോൾ എന്താ കപ്ലിംഗ് റിയാക്ഷൻ എഴുതണ്ടേ? യെസ്. വെൻ എ ഡയസോണിയം ക്ലോറൈഡ്, വെൻ എൻ അറോമാറ്റിക് അല്ലെങ്കിൽ അറൈൽ ഡയസോണിയം ക്ലോറൈഡ് ഈസ്, വെൻ എൻ അറൈൽ ഡയസോണിയം ക്ലോറൈഡ് ARYL, അറൈൽ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത്, അറൈൽ ഡയസോണിയം ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് an aromatic compound containing strongly activating groups like NH2, NHR, NH2, NHR, NR2, OH, etc. ഇതല്ലോ NH2, NHR, NR2, OH, etc. An azo compound with the functional group, single bond N, double bond N, single bond is formed. An azo compound with the functional group, single bond N, double bond N, single bond is formed. This reaction is called coupling reaction. എന്നിട്ട് എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ ഞാൻ പറയുന്ന സമയത്ത് തന്നെ എഴുതാൻ പറ്റും, വലിയ പ്രശ്നമില്ല. ഇങ്ങനെ വരച്ചാൽ മതി. ബെൻസീൻ റിങ് സിംഗിൾ ബോണ്ട് N2Cl, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്, പ്ലസ് ബെൻസീൻ റിങ് OH, ഫിനോൾ. റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ ഈ CLഉം ഈ പാരാപൊസിഷനിൽ H ഇവിടെ HCl ആവും. ഇവിടെ N2 ഉണ്ടോ, അതിങ്ങനെ മാറ്റി ചെയ്താൽ മതി. സിംഗിൾ ബോണ്ട് N, ഡബിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട് മാറ്റി ചെയ്താൽ ഈ N2 ഉണ്ടല്ലേ. ഇവിടെ ഏത് റിങ് ഉണ്ട്? ബെൻസീൻ റിങ് ഉണ്ട്. ഓക്കെ. ഇവിടെയും ഈ പാരാപൊസിഷനിൽ ഇത് ഇവിടെ, അവിടെ ഏത് റിങ് വരും? ബെൻസീൻ റിങ് വരും. എന്നിട്ട് അവിടെ ഒരു OH എഴുതിയാൽ മതി. ബെൻസീൻ റിങ് ഉണ്ടല്ലേ, ഇവിടെ ഒരു OH. ഓക്കെ. OH ഇല്ലെങ്കിൽ ഇതിനെ അസോ ബെൻസീൻ എന്ന് വിളിക്കും. OH ഉണ്ടെങ്കിൽ അതിനെ പാരാപൊസിഷൻ ആയതുകൊണ്ട് പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. ഇത് ഒരു ഓറഞ്ച് കളറുള്ള ഡൈ ആണ് കേട്ടോ, ഓറഞ്ച്. ഓക്കെ, ഓറഞ്ച് കളറുള്ള ഡൈ ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ബെൻസീൻ റിങ് N2Cl, ഡയസോണിയം ക്ലോറൈഡ്, പ്ലസ് എന്താ കിട്ടുക? ബെൻസീൻ റിങ് എന്താ വരിക? NH2, അനിലിൻ ആയാലും മതി. റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ കിട്ടുക? ഞാൻ പറഞ്ഞു സിംഗിൾ ബോണ്ട് N, ഡബിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട് എഴുതുക. ഇവിടെ ഏത് റിങ് ഉണ്ട് അല്ലേ? ഞാൻ ഇവിടെ ഇങ്ങോട്ട് മാറ്റി ചെയ്തിട്ടുണ്ടേ. സിംഗിൾ ബോണ്ട് N, ഡബിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട്. ഇവിടെ ഏത് റിങ് ഉണ്ട്? ബെൻസീൻ റിങ് ഉണ്ട്. ഓക്കെ. ഇവിടെ ഏത് റിങ് വരക്കുക? ബെൻസീൻ റിങ്. അതിൻ്റെ പാരാപൊസിഷനിൽ ഏത് കാണിക്കുക? NH2 അല്ലേ? ഇതിനെ പാരാ അമിനോ അസോബെൻസീൻ എന്ന് വിളിക്കും. പാരാ അമിനോ അസോബെൻസീൻ. ഇത് യെല്ലോ കളറുള്ള ഡൈ ആണ്, പാരാ അമിനോ അസോബെൻസീൻ. ഓക്കെ. ഇത് യെല്ലോ കളറുള്ള ഡൈ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. യെസ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുക. ഹൗ വിൽ യു കൺവേർട്ട് അനിലിൻ ഇൻറ്റു എ എഴുതുക. A 135 ട്രൈബ്രോമോബെൻസീൻ. A 135 ട്രൈബ്രോമോബെൻസീൻ എഴുതിയോ? B സൾഫാനിലിക് ആസിഡ്, SULPHANILIC, സൾഫാനിലിക് ആസിഡ്. അതില്ലേ, സൾഫാനിലിക് ആസിഡ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത്, ആദ്യം അനിലിനെ 135 ട്രൈബ്രോബെൻസീൻ ആക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബെൻസീൻ റിങ് NH2 അല്ലേ? ആ NH2വിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ ആദ്യം നമ്മൾ ഇതിനെ ബ്രോമിനേഷൻ നടത്തുക. ബ്രോമിൻ വാട്ടർ ഉപയോഗിക്കുമ്പോൾ 3 സ്ഥലത്ത് ഒരുമിച്ച് Br വരും. അപ്പോൾ NH2, ഇവിടെ Br, ഇവിടെ Br, ഇവിടെ Br ഉണ്ടല്ലേ. ഇനി NH2നെ റിമൂവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഉപയോഗിക്കുക. ഞാൻ NaNO2 + HCl ഓർമ്മയില്ലേ? ഡയസോട്ടൈസേഷൻ 0 to 5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നിങ്ങൾക്ക് ബെൻസീൻ റിങ് NH2 എന്തായി മാറും?
N2Cl ആവും. പിന്നെ ഇവിടെ Br, ഇവിടെ Br, ഇവിടെ Br ഉണ്ടല്ലേ? ഓക്കെ. ഇനി അതിനുശേഷം ഈ N2Cl റിമൂവ് ചെയ്യണമെങ്കിൽ H3PO2 പ്ലസ് വാട്ടർ അല്ലേ റിഡക്ഷൻ. നേരെ എന്ത് ചെയ്താൽ മതി? ആ N2Cl അങ്ങ് പോയിട്ട് ബെൻസീൻ റിങ് എഴുതുക. ഇവിടെ Br, ഇവിടെ Br, ഇവിടെ Br. അപ്പോൾ 135 ട്രൈ ബ്രോമോ ബെൻസീനായി. ഓക്കെ അല്ലേ? ബ്രോമിനേഷൻ, ഡൈസോട്ടൈസേഷൻ, പിന്നെ റിഡക്ഷൻ. അടുത്തത് ഞാൻ സൾഫാനിലിക് ആസിഡ് എഴുതാൻ കാരണം നേരത്തെ വിട്ടുപോയി പറയാൻ, സൾഫോണേഷൻ ഓഫ് അനിലിൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ അതിനെ സൾഫോണേഷൻ നടത്തുന്നത്. ബെൻസീൻ റിങ് NH2 പിന്നെ സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്യുക. ആദ്യം കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കും. ഈ NH2-ൻ്റെ കൂടെ ഒരു H+ ചേർത്താൽ NH3+ ആയി. പിന്നെ HSO4- അവിടെ ബാക്കി ഉണ്ടാവും. ഇതിനെ അനീലിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്താ പറയുക, ആസിഡ് ബേസ് റിയാക്ഷൻ വഴി അനീലിയം ഹൈഡ്രജൻ സൾഫേറ്റ് ഉണ്ടാവും. പിന്നെ ഇത് ഹീറ്റ് ചെയ്യുക 160 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റായി പറഞ്ഞാൽ. ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? NH2+ അത് NH2നായി മാറും. NH3+ NH2നായി മാറും. എന്നിട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ സൾഫോണേഷൻ നടക്കുമ്പോൾ ഓർത്തോ പൊസിഷനിൽ വരില്ല, കാരണം സ്റ്റെറിക് എഫക്റ്റ് കൂടുതലായതുകൊണ്ട് പാരാ പൊസിഷനിൽ SO3H വരും കേട്ടോ. ഇതാണ് പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. കാരണം SO3H വന്നാൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് വിളിക്കും. പാരാ പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വന്നാൽ പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് വിളിക്കും. പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ നെയിമാണ് സൾഫാനിലിക് ആസിഡ്. സൾഫാനിലിക് ആസിഡ് പഠിച്ചില്ലേ? ഈ സൾഫാനിലിക് ആസിഡിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അസിഡിക് ഗ്രൂപ്പും ബേസിക് ഗ്രൂപ്പും ഒരേ കോമ്പൗണ്ട് ഉണ്ട്. ഇത് SO3H അസിഡിക്, NH2 ബേസിക്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇന്റേണൽ സോൾട്ട് ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ SO3H SO3 - H+ ആവും. ആ H+ ഇവിടെ കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ റിങ് NH2 എന്തായി മാറും? NH3+, ഇത് SO3- ആവും. ഇതിന് നമ്മൾ സ്വിറ്റർ അയോൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സ്വിറ്റർ അയോൺ. സ്വിറ്റർ അയോണാണ് സൾഫാനിലിക് ആസിഡിന്. സ്വിറ്റർ അയോണാണ് ഞാൻ റൈറ്റ് സൈഡിൽ വരച്ചിട്ടുള്ളത്. അതായത് ആസിഡും ബേസും ഒരേ ഗ്രൂപ്പിലുണ്ട്. സാധാരണ ആസിഡ് ബേസ് റിയാക്ട് ചെയ്യില്ലേ? ഇത് ഒരേ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അന്യോന്യം റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോൾട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്വിറ്റർ അയോൺ. ഓക്കെ, ക്ലിയർ ആയില്ലേ? സ്വിറ്റർ അയോൺ. ദി ഇന്റേണൽ salt formed by the reaction between acidic and basic group present in the same compound is called Switter ion. Acidic and basic group present in the same compound is called Switter ion.